ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ബോൾ. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിൽ ചുണ്ടക്കായം കൊണ്ട് തയ്യാറാക്കിയ ഒരു തോരൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചുണ്ടക്കായുടെ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവുന്നു. സോ നമുക്ക് ഇന്ന് ചുണ്ടക്കായുടെ ഒരു അടിപൊളി തോരൻ തയ്യാറാക്കാം. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി തോരൻ നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിച്ചു വരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു നാടൻ ചുണ്ടക്ക തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ചുണ്ടക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത തീരെ പിഞ്ച് ചുണ്ടക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം അടർത്തി എല്ലാം എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അടർത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആദ്യം എടുത്തെടുക്കാം. ചുണ്ടക്കായ എല്ലാം ഇതുപോലെ അടർത്തിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കുരുക്കളുണ്ട്, അത് നമുക്ക് ഒന്ന് എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരകല്ലിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചുണ്ടക്ക വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതയ്ക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അരയ്ക്കോ എന്തായാലും ചെയ്താൽ മതി. ലൈറ്റായിട്ട്, തീരെ നൈസായിട്ട് അരഞ്ഞു പോകുന്ന രീതിയിലല്ല, ലൈറ്റായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുക്കളെല്ലാം പുറത്തോട്ട് വരും കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെ ഭയങ്കരമായിട്ട് കയ്പ്പാണ്, അത് ആവശ്യമില്ലാതാണ്. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിലോട്ട് എല്ലാം ഇതുപോലെ ചതച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 തവണ നല്ല ക്ലിയർ വെള്ളം, നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കഴുകി ഒന്ന് പ്ലേറ്റിലോട്ട് ഒന്ന് എടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ പ്ലേറ്റിലോട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുക്കളെല്ലാം മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒക്കെ ചതച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് നാളികേരം, ഒരു 2-3 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-10 ചെറിയ ഉള്ളിയും ഒരു കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറുജീരകവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കട്ടെ. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചുണ്ടക്കായ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചുണ്ടക്കായ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും പച്ചമുളകും കരിവേപ്പിലയും ഈ വക എല്ലാം നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നാളികേരം എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. മിക്സി ജാറിലോട്ട് ഒഴിച്ചതിന് ശേഷം ആ ഒരു വെള്ളം കൂടെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ തോരൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ കല്ലുപ്പ് വെള്ളം ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ ഉപ്പ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്യാപ്പ് വിട്ട് നമുക്ക് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് പറ്റിയതിന് ശേഷം നമ്മുടെ തോരൻ ഇവിടെ പെർഫെക്റ്റ്ലി റെഡിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചുണ്ടക്ക തോരൻ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടോടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ചുണ്ടക്ക കിട്ടുവാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.